ഇത് വയനാട് വിട്ട് പോവില്ല എന്നുള്ളതാണല്ലോ നമുക്കറിയാൻ കഴിഞ്ഞത്. അയാൾ അങ്ങനെയാണ് സംസാരിച്ചതും. പിന്നെ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനോട് നിന്നുകൊണ്ട് അവിടെ മത്സരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രചോദനം എന്നുള്ളത്. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ് ഉള്ളത്. രണ്ടാമത് ഇലക്ഷൻ വരണമല്ലോ, അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ രണ്ട് സ്ഥലത്ത് നിൽക്കുന്നത് മഹാമോശത്തേരാന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമതും ഇലക്ഷൻ വരേണ്ട സ്ഥിതിക്കാണ് ഭയങ്കര മോശമാണുള്ളത്. അവിടെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. രണ്ട് സ്ഥലത്തും ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ആദ്യം തന്നെ ജനങ്ങളെ വഞ്ചിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ ജയിക്കും, ഇവിടെ എന്തായാലും ജയിക്കും, രണ്ട് സ്ഥലത്തും ജയിക്കും. ഇവിടെ രാജ്യം മൂപ്പൻ എന്തായാലും വെക്കൂല. അവിടെ ജയിച്ച് ഇവിടെ രാജ്യം ആവശ്യമൊന്നുമില്ലല്ലോ. അതന്നെ നമ്മളെ അഭിപ്രായം. വൻ ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധി ജയിക്കും. ശരിയല്ലല്ലോ, ഒരിക്കലും ശരിയല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണത്. അത് 100% അവിടെ ജയിക്കുകയാണെങ്കിൽ ഇവിടുന്ന് രാജിവെച്ചു പോകുന്നുള്ളതിന് ഒരു സംശയമില്ല. എന്തായാലും രാജിവെച്ചു പോകും. ഇവിടെ ആനി രാജയ്ക്ക് ഒരു ചെറിയൊരു മുൻതൂക്കം കാണുന്നുണ്ട്. പിന്നെ പറയാൻ പറ്റൂല. പിന്നെ വോട്ടിംഗ് ശതമാനമൊക്കെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിലെ വോട്ടിംഗ് ശതമാനമല്ല, 3 ലക്ഷം വോട്ടിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആനി രാജയ്ക്ക് ഒരു ചെറിയ മേൽക്കൈ ഇവിടെ കാണുന്നുണ്ട്. ഇന്ത്യ രാഷ്ട്രീയത്തിൽ പലരും 1, 2, 3 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതിൽ തെറ്റില്ല എന്നാണ്. രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റും കൂടെ വർദ്ധിപ്പിക്കാൻ കഴിയും.